പ്രിയമുള്ളവരെ നമസ്കാരം. തുമ്പിയെ പിടിക്കുന്ന ലാഘവത്തോടുകൂടി പാമ്പിനെ പിടിക്കുന്ന തമ്പിച്ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിന്ന് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. ചേർത്തലക്കാരുടെ മനസ്സിൽ ഒരു രക്ഷകൻ്റെ സ്ഥാനമാണ് തമ്പിച്ചേട്ടൻ. നമുക്ക് തമ്പിച്ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. തമ്പിച്ചേട്ടാ നമസ്കാരം. എങ്ങോട്ടോ പോകാനുള്ള തിരക്കിലാന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ അടുത്തൊരു റെസ്ക്യൂ ഉണ്ടായിരുന്നു. ഒരു പെരുമ്പാമ്പ് ഒരു പുരയിടത്തിൽ പെട്ട് അവിടെ വന്ന് കിട്ടും. അപ്പോൾ അതെടുക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ കൂടെ പോരും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അത് ആദ്യം കഴിയട്ടെ. അപ്പോൾ മോനുണ്ട് കൂടെ. ഞങ്ങളുടെ പറയുന്നത് നിങ്ങൾ വണ്ടിയായിട്ട് വന്നാൽ മതി. ശരി. ഇവിടെ അടുത്താണ് അവിടെയാണ് പാമ്പ്. അപ്പോൾ നമുക്ക് റെസ്ക്യൂ തുടങ്ങാം. അപ്പോൾ പാമ്പ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ തമ്പിച്ചേട്ടൻ പറഞ്ഞ സ്ഥലത്തെത്തിയേക്കാണ്. ഇങ്ങനെയൊക്കെയാണ് തമ്പിച്ചേട്ടൻ പിന്നെ പാമ്പിനെ പിടിക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് പിടിച്ചു കളഞ്ഞല്ലോ തമ്പിച്ചേട്ടൻ. അപ്പം നമ്മളെങ്ങനെ അറ്റാക്ക് ചെയ്യുമോ ഈ സമയത്ത്? രക്ഷപ്പെടാൻ അവർ നമ്മളെ രക്ഷിക്കാനാണോ അല്ലെങ്കിൽ കൊല്ലാനാണോ അങ്ങനെയുള്ളൊരു ഇതൊന്നും അവരറിയില്ല. നമ്മൾ ഉപദ്രവിക്കാൻ പോകുന്ന കാരണം തന്നെയാണ് അങ്ങനെ ഉള്ളത്. ആ സാധുവാണ്, വിഷമൊന്നുമില്ല. പക്ഷെ എങ്കിലും പട്ടിയടിക്കുമ്പോൾ കടിക്കല്ലേ? അവൻ്റെ കത്തിട്ട് തന്നെയാണ് കടിക്കുന്നത്. കണ്ണ് പിടിച്ചില്ല. ചാക്കെടുക്കാം. ചേർത്തെ ഈ സാധനം അപ്പൊ സംഭവം ചാക്കിലാക്കിയാണ് തമ്പിച്ചേട്ടൻ. അപ്പൊ സഹായിയായിട്ടുള്ള പുള്ളിയുടെ മകൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ആ പാമ്പിനെ കിട്ടിയത്. ഇദ്ദേഹം ഒരു കോഴി താറാവ് കർഷകരും കൂടിയാണ്. ഈ താറാവും കോഴിയൊക്കെ എവിടെ ഉണ്ടെങ്കിലും ഈ സാധനം വരും. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഏതെങ്കിലും തരത്തിൽ അവർ മണം പിടിച്ചൊക്കെ വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രാവശ്യം താറാവിനെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുട്ട എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ പുള്ളിയുടെ നിരന്തരമായ എൻ്റെ വിളിയും എൻ്റെ എനിക്ക് തിരക്ക് കാരണം പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ സമയം കിട്ടിയത്. ഇപ്പോൾ ആളെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ആ കോഴിക്കള്ളനെ നമ്മളിപ്പോൾ ചാക്കിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ അതിൻ്റെ ആവാസ വ്യവസ്ഥ അനുസരിച്ചുള്ള സ്ഥലത്തേക്ക് ഈ ഫോറസ്റ്റുകാർ വന്നിപ്പോൾ കൊണ്ടുപോകും. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചത് തമ്പിച്ചേട്ടൻ, ഇപ്പോൾ ഇത് തമ്പിച്ചേട്ടൻ്റെ സുഹൃത്ത് തൊട്ടടുത്താണ്. ഇപ്പോൾ അദ്ദേഹത്തിന് രക്ഷിക്കാനായിട്ട് താങ്കൾ ഇപ്പോൾ ഇവിടുന്ന് പോയി. സാധാരണഗതി ഇപ്പോൾ ചേർത്തല ഒരുമാനപ്പെട്ട എല്ലായിടത്തും തമ്പിച്ചേനാണ് ഇപ്പോൾ ചെല്ലുന്നത്. ഇപ്പോൾ തീരദേശ മേഖലയാണെങ്കിലും ഇത്ര ഉള്ളായിട്ട് ഇപ്പോൾ ചിലപ്പോൾ തമ്പിച്ചേൻ ജോലി കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ തയ്യക്കടയെന്ന് പറയും, ഇടക്കായിരിക്കും വിളിക്കണം. അപ്പോൾ അതവിടെ ഇട്ടിട്ട് നമ്മൾ ഇതിന് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇതിന് ശ്രദ്ധ കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിന് വേറെ എന്ത് പണിക്കും ആളിഷ്ടം പോലെ ഉണ്ടല്ലോ. തീർച്ചയായും ഈ പണിക്ക് അങ്ങനെ വളരെ വളരെ അപൂർവം കുറച്ച് പേര് ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ആളിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് എൻ്റെ മോനെയും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത്. അതെ കയറ്റി. അപ്പം ഞാൻ ചോദിക്കണത്, ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് കൊണ്ടുപോകും എന്തെങ്കിലും തമ്പിച്ചേന് സാമ്പത്തികമായിട്ട് ഇവരെ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. അവർ സ്റ്റൈപ്പൻ്റൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അവർ നമ്മൾ കൊടുക്കുന്ന പാമ്പിൻ്റെ ഇനവും എണ്ണവും എടുത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ ഭാവിയിൽ അത് ഉണ്ടാവും എന്ന് പറയുന്നത്. ആ ഉണ്ടായാലും ഇല്ലേലും അതല്ല നമുക്ക് പ്രശ്നം. തീർച്ചയായും നമുക്ക് ഒരു ജീവനെ, അതിൻ്റെ ജീവൻ രക്ഷിക്കുക. മിണ്ടാപ്രാണിയായ ഒരു ജീവിനെ തല്ലിക്കൊല്ലുമ്പോൾ അത് ജനങ്ങളോട് പറഞ്ഞേക്കുന്നത് ഒരു കാരണവശാലും കൊല്ലണ്ട. തീർച്ചയായും തമ്പിച്ചേട്ടൻ ഏത് സമയത്ത് ഞാൻ ഏത് 12 മണി 1 മണി രാത്രിയൊക്കെ ഞാൻ ഇവിടെ പോയി പാമ്പിനെ ആളുകളെ വീട്ടിൻ്റെ പുറത്തിറങ്ങിയിരിക്കുന്നു പാമ്പാകത്ത്. ആ ഒരു വിശ്വാസമാണ് നാട്ടുകാർക്ക്. ഇപ്പോൾ ചേർത്തലക്കാരുടെ ഒരു രക്ഷകനാണ്. അത് തീർച്ചയായിട്ടും തമ്പിച്ചേട്ടൻ ഏത് സമയത്ത് വിളിച്ചാലും, രാത്രി സമയങ്ങളിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും തമ്പിച്ചേട്ടൻ ഇതിനെ പോയി പിടിച്ചുകൊണ്ട് വരികയും അങ്ങനെ വീട്ടുകാരുടെ സ്വസ്ഥമായ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സമയത്ത് പോലും തമ്പിച്ചേട്ടൻ ചെന്ന് പിടിച്ചുകൊണ്ട് വന്ന് അവരെ രക്ഷിക്കുന്ന ഒരു സമ്പ്രദായമാണ്. തമ്പിച്ചേട്ടൻ്റെ മകൻ ശ്രീജിത്തും പിടിക്കും. ആ തമ്പിച്ചേട്ടന് അസൗകര്യമുള്ള സമയത്തൊക്കെ ശ്രീജിത്താണ് വന്ന് ഇതിനെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഒരു വർഷം മുമ്പ് വരെ അവരെന്തെങ്കിലും കൊണ്ട് തന്നാലും മേടിക്കില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഫോറസ്റ്റുകാർ പറഞ്ഞു, നിങ്ങൾ പെട്രോൾ അടിച്ച് പോകണമല്ലേ, അവരെന്തെങ്കിലും തരികയാണെങ്കിൽ
അത് വാങ്ങിച്ചു നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അങ്ങോട്ട് തന്നെ എനിക്ക് ഇന്നത് വേണം എന്നോ അല്ലെങ്കിൽ ഇന്നത് വേണം. ഇപ്പം ഇന്നലെ ഒരു മൂർഖന് അത് ഞാനിപ്പോൾ ആ മൂർഖനെ ഇപ്പോൾ ഒരു 10,000 പേരെങ്കിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നത് അത്രയും വലിയ മൂർഖൻ അവർ കണ്ടിട്ടില്ലെന്നാണ്. നമുക്ക് ഇവിടെ ഇപ്പൊ അണലി മൂർഖനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അപകടകാരിയ അവരാണ്. ഞാൻ പറയുന്നത് അവരെന്തെങ്കിലും ചിലപ്പോൾ ഞാനിപ്പോൾ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ചിലപ്പോൾ ചെന്ന് സഞ്ചരിച്ചിട്ടായിരിക്കും. അപ്പോൾ അവർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചിലപ്പോൾ പെട്രോൾ കാശ് തന്നാൽ മേടിക്കുമെന്നല്ലാണ്ട് അപ്പോൾ എൻ്റെ പണിയും കൂടി ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ അത് പണി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ പാമ്പ് അവിടെ ഇരിക്കില്ല. അതില്ല. അതുകൊണ്ട് മൊത്തത്തിൽ നാട്ടുകാരുടെ ഒരു ഹീറോയും കൂടിയായി തീർന്നിരിക്കുകയാണ്. ഇപ്പൊ അനേകം വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഇതേപോലെ മുട്ട വിരിഞ്ഞ് അത് അദ്ദേഹമാണ് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വിടുക ഒരു മലമ്പാമ്പായതുകൊണ്ട് അത്രയും ഞാൻ പോലും പറ്റുന്നതാണ് ആ വീഡിയോ ഇത് ചെയ്യണൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പൊ ഒരു മൂർഖനൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം നമ്മള് അപകടം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ ഒരുപാട് ദൂരെ നിന്ന് എടുക്കാൻ വീഡിയോ, പക്ഷെ അടുക്കലേക്ക് വരാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ഞാനും അനുവദിച്ചത്. വിഷമുള്ള മൂർഖനോ അണലിയോ ആണെങ്കിൽ ഞാൻ നിങ്ങളെ അടുക്കലേക്ക് വരാൻ അനുവദിക്കില്ല. ഇപ്പൊ അടുത്തിടക്ക് റെസ്ക്യൂ ചെയ്തത് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മള് അടുത്തത് എല്ലാ പാമ്പുകളും കൊണ്ടുപോകാനുള്ള ഫോറസ്റ്റുകാർ കൊണ്ടുപോകാനുള്ളത് ഇപ്പൊ എന്റെ ഇവിടെ ഇരിക്കുന്ന മുട്ട വിരിഞ്ഞ അത് ആ വിരിയണ വരെ ആഴ്ച എല്ലാ ശനിയാഴ്ചക്കുള്ളിലും വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു 5-6 വീണ്ടും വിരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഉണ്ടല്ലോ, വേഴം വെള്ളി കിടക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും വിരിയണത് അങ്ങനെയുള്ള പാമ്പുകളുണ്ട്. പിന്നെ ഇവിടെ അണലി കുഞ്ഞുങ്ങളാണ്. ഇപ്പം ഈ മാസം ജനിച്ച അണലി കുഞ്ഞുങ്ങൾ ഉണ്ട്. അത് ഓരോ വീടുകളിൽ അടുത്താണ്. കാര്യം അറിയാനുള്ളത് ഇപ്പൊ തമ്പിച്ചേട്ടൻ ഇപ്പൊ എത്ര വർഷമായി ഈ ഒരു ഇതിലോട്ട്? ഞാനൊരു 15 വർഷത്തിന് മുകളിലായി ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നു. പക്ഷേ ലൈസൻസ് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷം. ഒരു പാമ്പിനെ നമ്മളിപ്പോ റെസ്ക്യൂ ചെയ്യുന്നത് അത് ഓർമ്മയില്ല. എങ്കിൽ തന്നെയും ആദ്യമൊക്കെ ഞാൻ ഈ മലമ്പാമ്പ് വിഷമില്ലാത്ത പാമ്പുകളെയാണ് റെസ്ക്യൂ ചെയ്തുകൊണ്ടിരുന്നത്. തമ്പിച്ചേട്ടൻ്റെ വീടും പരിസരമൊക്കെ വയലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തുകൊണ്ടപ്പോൾ ആളുകൾ അന്നും ഈ ഒരു കൗതുക വസ്തുവും ഒരു ഭയാനകമായ വസ്തുവും കൂടിയായിരുന്നു പാമ്പ്. തീർച്ചയായും മലമ്പാമ്പൊക്കെ ഉണ്ടായിരുന്നുള്ളതെന്ന്. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പാമ്പുകളെ ഒരു ദിവസം എനിക്കിപ്പോൾ 4-5 പാമ്പിനെ കിട്ടുന്നുണ്ട്. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാമ്പുകൾക്ക് പെരുകാനുള്ള ഒരുപാട് സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പാരമ്പര്യമായ തൂമ്പാപ്പണിക്കാരുണ്ടല്ലോ, അവർ നിന്നുപോയതാണ്, അവരുടെ പണി നിർത്തിയതാണ് ഈ പാമ്പും മറ്റ് ജീവികളൊക്കെ ഇവിടെ വളരാൻ കാര്യം. കാരണം ഒരു വീട്ടിൽ ഒരു വർഷം 2 പ്രാവശ്യം ആ തൂമ്പാക്കാരെ കൊണ്ട് കളപ്പിച്ച് നല്ല വൃത്തിയാക്കുക. അപ്പോൾ ഇത് കൂട്ടുള്ള ഒരു ജീവികൾക്കും അവിടെ പ്രവേശനമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വേസ്റ്റ് കൂടിയപ്പോൾ പാമ്പിന് മുട്ടയിടാനും പ്രസവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായി. പാമ്പുകൾ പെരുകി. ഇനി നമുക്ക് ഇവരെ കംപ്ലീറ്റ് തൂത്തുമാറ്റിക്കൊണ്ടൊരു സ്വപ്നം നടക്കില്ല. ഇനി ഇടക്കിടക്ക് ഞങ്ങളെ കൂട്ടുള്ള റെസ്ക്യൂ കറന്മാരെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പാമ്പ് കടിയുള്ള മരണം ഇനി ധാരാളം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതിനും വേണം പാമ്പുകളായി. ഇപ്പം എനിക്കും പ്രേക്ഷകർക്കും അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു അപകടം പിടിച്ചൊരു കാര്യത്തിൽ ഒരിക്കലും ഒരു അച്ഛനൊരു മകനെ പറഞ്ഞു വിടത്തില്ല. അപ്പോൾ ശ്രീജിത്ത് ഇങ്ങോട്ട് ഇപ്പോൾ തമ്പിച്ചേനെ ഹെൽപ്പറായിട്ട് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ റെസ്ക്യൂവിലും അദ്ദേഹം അവന് ആവശ്യത്തിനുള്ള ധൈര്യമൊക്കെ അവനുള്ള ഒരാളാണ്, വ്യക്തിയാണ്. അതൊക്കെ ഇല്ല, എതിർത്തില്ല. കാരണം വെച്ചാൽ ഞാൻ വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് പാമ്പിനെ പിടിക്കുന്നത്. കാരണം പാമ്പിനെ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാമ്പിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ ശ്രദ്ധയോടെ അതിനെ ഒരു രക്ഷപ്പെടുത്തി ഏതെങ്കിലും ഒരു ചാക്കിലോ എൻ്റെ സഞ്ചിയിലോ ആക്കിയതിന് ശേഷം മാത്രമേ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. കണ്ടതാണ്. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള റെസ്ക്യൂ. അപ്പോൾ നമ്മൾ സാധാരണഗതി പാമ്പിനെ പിടിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർ കമൻറ്റുകൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒന്നും മൈൻഡ് ചെയ്യണം. നമ്മൾ അല്ലല്ല, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെൻ്റെ അടുത്ത് ഇവിടെ ഒരു രതീഷ് എന്ന് പറഞ്ഞിട്ടൊരു വെൽഡറുണ്ട്. അപ്പോൾ പുള്ളി ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തന്നതാണ്. പുള്ളി എൻ്റെ സേവനത്തിൻ്റെ ഒരു ഇത് പുള്ളി എനിക്ക് ഞാൻ എൻ്റെ മാതൃക PSRAയുടെ ഒരു മെമ്പറാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇവരുടെ ആദരവൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. പാറയിൽ സ്കൂൾ റോഡ് റെസിഡൻസ് അസോസിയേഷൻ എന്നാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ പേര്. ആ റെസിഡൻസ് അസോസിയേഷൻ്റെ ആക്റ്റീവ് മെമ്പറാണ് തമ്പിച്ചേട്ടൻ. അപ്പോൾ നമ്മൾ തമ്പിച്ചേട്ടൻ്റെ വീട്ടിലെത്തി. തമ്പിച്ചേട്ടൻ്റെ വീട്ടിലുള്ള മറ്റു അതിഥികളെ കൂടി ഒന്ന് കണ്ടേക്കാം. അപ്പോൾ പറഞ്ഞ പോലെ മൂർഖനും അണലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ പുറത്തൊന്നും എടുത്ത് കാണാനുള്ള അദ്ദേഹം കാണിച്ച പോലെ ഒരു ധൈര്യമൊന്നും എനിക്കും താല്പര്യമില്ല. ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം അദ്ദേഹം ഒന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഫോറസ്റ്റുകാർ വരുമെന്നാണ് പറഞ്ഞേക്കണം. ഒന്ന് കണ്ടേക്കാൻ നോക്കും. നമ്മുടെ പാമ്പിൻ്റെ പ്രസവിച്ചിട്ട് ഒരു മാസം 1.5 മാസമൊക്കെ പ്രായമുള്ള കുട്ടികളെ നമുക്ക് ബോട്ടിൽ ചെയ്യാനുള്ള അനുവാദമുണ്ട് ഫോറസ്റ്റിൽ നിന്ന്. വലിയ പാമ്പുകളൊന്നും ബോട്ടിൽ ചെയ്യാൻ പറ്റില്ല. ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ബോട്ടിൽ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം നമ്മുടെ സജ്ജിക്കാത്തത് കയറില്ല.
അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത അണലി കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അത് കാണിക്കാം. ഇതല്ലേ പറഞ്ഞാണ് അതെ, അണലി കുഞ്ഞുങ്ങളാണ്. 1 മാസം പ്രായം. എത്ര കുഞ്ഞുണ്ട്? ഇത് 3 കുഞ്ഞുങ്ങളാണ്. അത് കാണിക്കാമോ? അത് കാണിക്കാം. കാരണം ഇത് കുഞ്ഞുങ്ങളെ നമുക്ക് ബോട്ടിൽ ചെയ്യാനുള്ള ഒരു അനുവാദമുണ്ട്. പിന്നെ ഇതുപോലെ അതിന്റെ ഡിസൈൻ കണ്ടോ, അത് ഇങ്ങനെ ചെറിയ ചെറിയ കള്ളി ഡിസൈൻ. മലമ്പാമ്പ് അങ്ങനെയല്ല, നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, പിടിച്ചല്ലോ ഇപ്പൊ അവിടെ പിടിച്ചല്ലോ, അതിന്റെ ഡിസൈൻ വേറെ. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. ഇവര് ഭയങ്കര സ്പീഡാണ് ഇവന്റെ ഈ കഴുത്തിന്റെ ഭാഗം. അപ്പൊ അവരുടെ മാളമാണെന്ന് തന്നെയാണ് അവർ കരുതിയിരിക്കുന്നത്. ഞാൻ കുറച്ച് 2 ദിവസമായി ഇതിനെ പിടിച്ചിട്ട്. അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്നത് അവരുടെ മാളമാണെന്നാണ് വിചാരിക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് കയറുന്നത്. പക്ഷെ ഈ ഒരു സാധനം മതി ഒരാളെ കൊല്ലാൻ, ഈ ഒരു അണലി പന്നി. ഏറ്റവും അപകടകാരിയായ ഒരു പാമ്പാണ് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും അപകടകാരിയായ ഒരു പാമ്പാണ് ഈ അണലി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവര് വളരെ അണലിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അടിവശം വൈറ്റ് ആയിരിക്കും, വൈറ്റ് ഓഫ് വൈറ്റ്. പിന്നെ അതിൻ്റെ മോള് വശം എന്ന് പറഞ്ഞാൽ ബാക്കി പകുതി വശം ചെറിയ ഡിസൈൻ ഇങ്ങനെ ചേനത്തണ്ടൻ എന്ന് പറയുന്നത് ആ ചേനയുടെ തണ്ടിൽ ഉണ്ടാകുന്ന ആ ഡിസൈനാണ് ചേനത്തണ്ടൻ എന്ന് വിളിക്കാൻ കാരണം. കാടില്ലാത്ത ഈ ആലപ്പുഴ ജില്ലയിൽ പാമ്പുകൾ ഇപ്പം നിറയായി. അപ്പൊ നമ്മുടെ തമ്പിച്ചേട്ടനെയും മകൻ ശ്രീത്തിനെ നമ്മൾ പരിചയപ്പെട്ടു. കൂടെ ബാബ സുരേഷ് പറയുന്ന പോലെ കുറച്ച് അതിഥികളെ, എന്നാലും കാണാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്തിരി അപകടം വരുത്തുന്നവയായതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. എങ്കിലും തമ്പിച്ചേട്ടന് ഇനിയും ദീർഘായുസ്സ് ഉണ്ടാകട്ടെ, ഒരു അപകടമില്ലാണ്ട് ഒരുപാട് പേരെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, സന്തോഷം.